നമസ്കാരം. നൈസ് ടിവി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഫുട്ബോൾ മാന്ത്രികൻ മറഡോണയുടെ വിയോഗത്തിൽ അർജന്റീന ഫാൻസ് പഴഞ്ഞ് അനുശോചനം രേഖപ്പെടുത്തി. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ദേശീയ പണിമുടക്ക് മേഖലയിൽ പൂർണ്ണം. ദേശീയ പണിമുടക്ക് കുന്നംകുളത്ത് കടകമ്പോളങ്ങൾ തുറന്നില്ല. സ്വർണ്ണക്കടത്തിനും അഴിമതിക്കും കൂട്ടുനിൽക്കുന്നവരാണ് LDFും UDFും എന്ന് കുമ്മനം രാജശേഖരൻ. പഴഞ്ഞിയിൽ സംയുക്ത ട്രേഡ് യൂണിയൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലാളികളുടെ പ്രതിഷേധ സംഗമം. NDAയുടെ പോർക്കുളം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളത്ത് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമ്മേളനം ചേർന്നു. പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്യാസിയോസ് ഒന്നാമൻ തിരുമേനിയുടെ 204ാം ഓർമ്മ പെരുന്നാൾ ആചരിച്ചു. വികസന സംരക്ഷണ ദിനത്തിൽ കുന്നംകുളത്ത് LDFന്റെ ബഹുജന കൂട്ടായ്മ. വാർത്തകൾ വിശദമായി. ഫുട്ബോൾ മാന്ത്രികൻ മറഡോണയുടെ വിയോഗത്തിൽ അർജന്റീന ഫാൻസ് പഴഞ്ഞ് അനുശോചനം രേഖപ്പെടുത്തി. ഫുട്ബോൾ ഇതിഹാസം ഡീഗോ മറഡോണയുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. അർജന്റീന ഫാൻസ് പഴഞ്ഞിയുടെ നേതൃത്വത്തിലാണ് അനുശോചനം രേഖപ്പെടുത്തിയത്. ക്ലബ് കോർഡിനേറ്റർ അനീഷ് പഴഞ്ഞി അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ SS കറിയ, ജയകുമാർ, ജിൻഡോ, ഷബീർ കരിക്കാട് എന്നിവർ പ്രസംഗിച്ചു. ഇന്നലെ രാത്രിയാണ് മറഡോണ അന്തരിച്ച വാർത്ത പുറത്തുവന്നത്. ഹൃദയാഘാതമാണ് മരണകാരണം. തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ലോക ഫുട്ബോളിലെ എക്കാലത്തെ മികച്ച കളിക്കാരനെ വിശേഷിപ്പിക്കപ്പെടുന്ന മറഡോണയ്ക്ക് 60 വയസ്സായിരുന്നു. 2000-ൽ 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച കളിക്കാരനായി അർജന്റീന ഇതിഹാസം മറഡോണയെയും ബ്രസീൽ ഇതിഹാസം പെലെയെയും സംയുക്തമായി ഫിഫ തെരഞ്ഞെടുത്തിരുന്നു. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ദേശീയ പണിമുടക്ക് മേഖലയിൽ പൂർണ്ണം. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ഇന്നലെ അർദ്ധരാത്രി മുതൽ ഇന്ന് അർദ്ധരാത്രി വരെ രാജ്യത്ത് ദേശീയ പണിമുടക്ക് ആരംഭിച്ചത് മേഖലയിലും പൂർണ്ണമാണ്. 10 ദേശീയ സംഘടനകൾക്കൊപ്പം സംസ്ഥാനത്തെ 13 സംഘടനകളും പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട്. കട്ടകമ്പൽ പഴഞ്ഞി മേഖലയിൽ കടകമ്പോളങ്ങൾ, ബാങ്കുകൾ തുടങ്ങിയവ തുറന്നു പ്രവർത്തിച്ചില്ല. വാഹനങ്ങൾ നിരത്തിലില്ല. അടയ്ക്ക മാർക്കറ്റ്, ചിറക്കൽ സെന്റർ, വൺവേ ജംഗ്ഷൻ, ജെറുസലം സെന്ററുകൾ എന്നിവ നിശ്ചലമാണ്. സംസ്ഥാനത്തെ 1.5 കോടിയിലേറെ ജനങ്ങൾ പങ്കാളികളായെന്ന് സംയുക്ത സമരസമിതി അറിയിച്ചു. ടൂറിസം മേഖല, പാൽ പത്ര വിതരണം, ആശുപത്രി എന്നിവയെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസുകളുടെ പ്രവർത്തനങ്ങളെയും ഉദ്യോഗസ്ഥരുടെ യാത്രകളെയും പണിമുടക്ക് ബാധിച്ചിട്ടില്ല. ദേശീയ പണിമുടക്ക് കുന്നംകുളത്ത് കടകമ്പോളങ്ങൾ തുറന്നില്ല. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി കർഷക വിരുദ്ധ നയങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ ദേശീയ പണിമുടക്ക് കുന്നംകുളത്ത് പൂർണ്ണം. ഇന്നലെ അർദ്ധരാത്രിക്ക് ആരംഭിച്ച പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി വരെയാണ്. പണിമുടക്കിൽ നഗരത്തിൽ ബസ്സുകൾ നിരത്തിലിറങ്ങിയില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഓഫീസുകളെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. മെഡിക്കൽ ഷോപ്പുകൾ, ആശുപത്രി, പാൽ, പത്രം എന്നിവ അവശ്യ മേഖലകളായതിനാൽ സമരത്തിൽ നിന്നും മാറ്റിയിരുന്നു. INTUC, AITUC, ഹിന്ദ് മസ്ദൂർ സഭ, CITU, ഓൾ ഇന്ത്യ യുണൈറ്റഡ് ട്രേഡ് യൂണിയൻ സെന്റർ, ട്രേഡ് യൂണിയൻ കോർഡിനേഷൻ സെന്റർ, സെൽഫ് എംപ്ലോയീസ് വിമൻസ് അസോസിയേഷൻ, ഓൾ ഇന്ത്യ സെൻട്രൽ കൌൺസിൽ ഓഫ് ട്രേഡ് യൂണിയൻസ്, ലേബർ പ്രോഗ്രസീവ് ഫെഡറേഷൻ എന്നീ സംഘടനകളാണ് പണിമുടക്കിനെ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. സ്വർണ്ണക്കടത്തിനും അഴിമതിക്കും കൂട്ടുനിൽക്കുന്നവരാണ് LDFും UDFും എന്ന് കുമ്മനം രാജശേഖരൻ. സ്വർണ്ണക്കള്ളക്കടത്തിനും രാജ്യദ്രോഹത്തിനും കൂട്ടുനിന്ന പ്രിൻസിപ്പൽ സെക്രട്ടറിയെ പോലും വേണ്ട വിധത്തിൽ നിയന്ത്രിക്കാൻ കഴിയാത്ത പിണറായി വിജയനാണ് LDFന്റെ മാതൃകയെന്നും തട്ടിപ്പും വെട്ടിപ്പും നടത്തി കൈക്കൂലിയും വാങ്ങി ഓരോരോ കേസുകളിൽ പിടിയിലാകുന്നവരാണ് UDFന്റെ മാതൃകയെന്നും മുൻ BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ. ജനങ്ങൾക്ക് വേണ്ടിയുള്ള ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുക എന്നത് തന്റെ ജീവിത ദൌത്യമാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയെയാണ് ജനങ്ങളും BJPയും NDAയും മാതൃകയാക്കുന്നതെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. BJP, NDA, കാട്ടകമ്പൽ, കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റികളുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. OBC മോർച്ച ജില്ലാ പ്രസിഡന്റ് KS രാജേഷ് അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥികൾക്ക് കുമ്മനം രാജശേഖരൻ ഷാൾ അണിയിച്ചു. BJP കുന്നംകുളം നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി PJ ജെബിൻ, BJP കാട്ടകമ്പൽ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി CG സുധീഷ്, നിയോജകമണ്ഡലം സെക്രട്ടറി രജീഷ് ആയനൂർ, കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് MK ശങ്കരനാരായണൻ, ന്യൂനപക്ഷ മോർച്ച ജില്ലാ സെക്രട്ടറി ഷാജി മനന്ദൻ, BJP മധ്യമേഖലാ പ്രസിഡന്റ് V ഉണ്ണികൃഷ്ണൻ, മണ്ഡലം വൈസ് പ്രസിഡന്റ് ജിത്തു തയ്യൂർ എന്നിവർ പ്രസംഗിച്ചു.
എല്ലാവരുടെയും ഹൃദയത്തിൽ താമരവിരിയട്ടെ. നമ്മുടെ എല്ലാവരുടെയും പ്രവർത്തനത്തിന്റെ ഫലമായി, സമ്പർക്കത്തിന്റെ ഫലമായി അവർ ഓരോരുത്തരും ചിന്തിക്കട്ടെ. അവരോട് പറയാൻ, നിങ്ങളുടെ വിലയേറിയ വോട്ട് നമ്മുടെ ഈ ഗ്രാമത്തിന്റെ വികസനത്തിന് വേണ്ടിയായിരിക്കണം. നമ്മുടെ നാട്ടിൽ എല്ലാ പദ്ധതികളും ഇവിടെ കൊണ്ടുവന്ന് പ്രാവർത്തികമാക്കി ഈ നാട്ടിലെ ജനങ്ങളെ ഉദ്ധരിക്കാൻ, ഈ ഗ്രാമത്തെ വികസിപ്പിക്കാൻ നിങ്ങൾ ചെയ്യുന്ന ഒരു വിലയേറിയ വോട്ടായിരിക്കും. അത് ഉറപ്പു നൽകുന്നത് എഴുതിയാണ് എന്ന കാര്യം അവിടെ ധരിക്കണം. ഇനിയുള്ള നാളുകൾ കഠിനാധ്വാനത്തിന്റെ നാളുകളാണ്. സ്ഥാനാർത്ഥികളും അവരോടൊപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രവർത്തകരില്ലാതെ ഇനി വിശ്രമിക്കാൻ, ഇനി നമുക്ക് വേണ്ടത് കഠിനാധ്വാനം. ഉറക്കമില്ലാത്ത രാവുകളാണ് ഇനിയുള്ള 2 ആഴ്ച. നമുക്ക് പ്രവർത്തിക്കാം. ഒറ്റക്കെട്ടായി ഒന്നായി നിന്നുകൊണ്ട് പ്രവർത്തിക്കാം. നമുക്ക് നമ്മുടെ നാടിനെ ഉയർത്തുക, വളർത്തുക, വികസിപ്പിക്കുക. അത് മാത്രമാണ് ലക്ഷ്യം. പഴഞ്ഞിയിൽ സംയുക്ത ട്രേഡ് യൂണിയൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലാളികളുടെ പ്രതിഷേധ സംഗമം. ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി കാട്ടകാമ്പാൽ പഞ്ചായത്ത് സംയുക്ത ട്രേഡ് യൂണിയൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറക്കലിൽ തൊഴിലാളി പ്രതിഷേധ സംഗമം നടത്തി. പ്രതിഷേധ സംഗമം CITU നേതാവ് TC ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. AITUs നേതാവ് PK രവീന്ദ്രൻ അധ്യക്ഷനായി. CITU കാട്ടകാമ്പാൽ പഞ്ചായത്ത് കൺവീനർ ബാബു പുലിക്കോട്ടിൽ, പ്രേമ വത്സൻ, VC ഷാജൻ, PG അർജുനൻ, KK സുനിൽകുമാർ, KK ഷാജു എന്നിവർ സംസാരിച്ചു. തൊഴിലാളികളെക്കാൾ ഇരട്ടിയോളം തൊഴിലാളികൾ ഈ പ്രക്ഷോഭങ്ങളിൽ പങ്കാളികളായിരുന്നു. അതിനർത്ഥം ഇന്ന് 25 കോടി എന്ന് പറഞ്ഞാൽ 50 കോടിയോളം വരുന്ന രാജ്യത്തെ തൊഴിലാളികൾ, രാജ്യത്തെ സാധാരണക്കാരെല്ലാം, കൃഷിക്കാരനും കർഷക തൊഴിലാളികളുമെല്ലാം ഈ പണിമുടക്കിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഈ ചിറക്കൽ പോലുള്ളൊരു സെന്ററിൽ ഒരു കച്ചവട സ്ഥാപനങ്ങളോ വ്യാപാര സ്ഥാപനങ്ങളോ ഇന്ന് തുറന്നു പ്രവർത്തിക്കാൻ തയ്യാറാകുന്നില്ല. ഇവിടെ നിൽക്കുന്ന ട്രേഡ് യൂണിയനിലെ പ്രവർത്തകരുടെ മാത്രം അംഗസംഖ്യയല്ല, ലക്ഷക്കണക്കിന് സാധാരണക്കാരായിട്ടുള്ള ചെറുകിട കച്ചവടക്കാരനടക്കം നരേന്ദ്രമോദിയുടെ ജനദ്രോഹ നയങ്ങളിൽ പ്രതിഷേധിക്കുകയാണ്. കേവലം തൊഴിലാളി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ഏറെ പുതുമകളുമായി വിശ്വാസ് കമ്പ്യൂട്ടേഴ്സിന്റെ പുതിയ സ്ഥാപനം കുന്നംകുളത്തിന്റെ ഹൃദയഭാഗത്ത് പ്രവർത്തനം ആരംഭിച്ചു. കുന്നംകുളം തൃശൂർ റോഡിലെ AB മാളിലാണ് വിവിധ ബ്രാൻഡഡ് ലാപ്ടോപ്പുകൾ, ഡെസ്ക്ടോപ്പുകൾ, പ്രിന്റേഴ്സ്, മറ്റ് അനുബന്ധ ഉപകരണങ്ങൾ. നിങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ വ്യത്യസ്ത മോഡലുകൾ, മികച്ച സ്റ്റാഫുകളുടെ സേവനം, അതിവേഗ ലോൺ സൗകര്യം, സുരക്ഷിതമായ കമ്പ്യൂട്ടർ സർവീസ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ, ഇൻഷുറൻസ് പരിരക്ഷ, ഹോം ഡെലിവറി തുടങ്ങിയ സൗകര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വിശ്വാസ് കമ്പ്യൂട്ടേഴ്സ്, തൃശൂർ റോഡ്, AB മാൾ, കുന്നംകുളം. ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. Roja Park Manufacturing Office, NVKM and Sons Dindigate. Zone Distributor, Roja Agencies Kunnamkulam. Phone 9446 145776 9446 145778.
തുടരുന്നു. NDAയുടെ പോർക്കുളം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. NDAയുടെ പോർക്കുളം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി മണികണ്ഠൻ കരുമത്ത്, സജിത് അഗരിയൂർ, OBC ജില്ലാ പ്രസിഡന്റ് KS രാജേഷ്, ജിത്തു തയ്യൂർ, ശ്രീജിത്ത് കമ്പിപ്പാലം, പ്രതാപൻ, റോയ് മുട്ടത്ത്, ആനന്ദൻ കണിശ്ശേരി, KK വേണു, സുദേശ്, അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. കുന്നംകുളത്ത് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമ്മേളനം ചേർന്നു. സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ അഖിലേന്ത്യാ പണിമുടക്കിന്റെ ഭാഗമായി കുന്നംകുളത്ത് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമ്മേളനം ചേർന്നു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്നലെ അർദ്ധരാത്രി മുതൽ ഇന്ന് അർദ്ധരാത്രി വരെ പണിമുടക്ക് നടത്തുന്നത്. ബസ് സ്റ്റാൻഡിന് മുൻവശം ടാക്സി സ്റ്റാൻഡിൽ നടന്ന പ്രതിഷേധ സമ്മേളനം CITU സംസ്ഥാന കമ്മിറ്റി അംഗം പ്രേമലത ഉദ്ഘാടനം ചെയ്തു. CITU ഏരിയ പ്രസിഡന്റ് PG ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. CITU ഭാരവാഹി CK രവി, AITUC മേഖലാ സെക്രട്ടറി CR ഉണ്ണികൃഷ്ണൻ, INTUC ഭാരവാഹി CB രാജീവ്, CITU ഏരിയ കമ്മിറ്റി അംഗം വേലായുധൻ എന്നിവർ സംസാരിച്ചു. പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്യാസ്യോസ് ഒന്നാമൻ തിരുമേനിയുടെ 204-ാം ഓർമ്മ പെരുന്നാൾ ആചരിച്ചു. പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്യാസ്യോസ് ഒന്നാമൻ തിരുമേനിയുടെ 204-ാം ഓർമ്മ പെരുന്നാൾ പഴഞ്ഞി MT കോളേജിന്റെ ചാപ്പലിൽ നടന്നു. രാവിലെ 7:30 വിശുദ്ധ കുർബാന ഉണ്ടായിരുന്നു. ഫാദർ പ്രിൻസ് പൗലോസ് മുഖ്യ കാർമ്മികനായി. തുടർന്ന് അനുസ്മരണ പ്രഭാഷണം നടത്തി. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് കോളേജ് സെക്രട്ടറി ഫാദർ ജോസഫ് ചെറുവത്തൂർ, ട്രഷറർ CK മോഹൻ, കോളേജ് പ്രിൻസിപ്പൽ തോമസ് മാത്യു എന്നിവർ നേതൃത്വം കൊടുത്തു. വികസന സംരക്ഷണ ദിനത്തിൽ കുന്നംകുളത്ത് LDFന്റെ ബഹുജന കൂട്ടായ്മ. കേരളത്തെ രക്ഷിക്കുക, വികസനം സംരക്ഷിക്കുക മുദ്രാവാക്യവുമായി LDFന്റെ നേതൃത്വത്തിൽ വികസന സംരക്ഷണ ദിനത്തിന്റെ ഭാഗമായി കുന്നംകുളത്ത് ബഹുജന കൂട്ടായ്മ സംഘടിപ്പിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം KF ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. NM കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. PG ജയപ്രകാശ്, EA ദിനമണി, KA ആസീസ്, KB ഷിബു, OK ശശി, അഡ്വക്കേറ്റ് KB സുനീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഫുട്ബോൾ മാന്ത്രികൻ മറഡോണയുടെ വിയോഗത്തിൽ അർജന്റീന ഫാൻസ് പഴഞ്ഞി അനുശോചനം രേഖപ്പെടുത്തി. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ദേശീയ പണിമുടക്ക് മേഖലയിൽ പൂർണ്ണം. ദേശീയ പണിമുടക്ക് കുന്നംകുളത്ത് കടകമ്പോളങ്ങൾ തുറന്നില്ല. സ്വർണ്ണക്കടത്തിനും അഴിമതിക്കും കൂട്ടുനിൽക്കുന്നവരാണ് LDFും UDFും എന്ന് കുമ്മനം രാജശേഖരൻ. പഴഞ്ഞിയിൽ സംയുക്ത ട്രേഡ് യൂണിയൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലാളികളുടെ പ്രതിഷേധ സംഗമം. NDAയുടെ പോർക്കുളം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളത്ത് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമ്മേളനം ചേർന്നു. പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്യാസ്യോസ് ഒന്നാമൻ തിരുമേനിയുടെ 204-ാം ഓർമ്മ പെരുന്നാൾ ആചരിച്ചു. വികസന സംരക്ഷണ ദിനത്തിൽ കുന്നംകുളത്ത് LDFന്റെ ബഹുജന കൂട്ടായ്മ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.